മലപ്പുറത്ത് ഒരു സീറ്റിലേക്ക് UDF-ൽ നിന്ന് 4 പേർ മത്സരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതിൽ ആരാണ്? താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തലക്കടത്തൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിൽ നിന്ന് 3-ഉം ലീഗിൽ നിന്ന് ഒരാളും പത്രിക നൽകിയത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, ഡമ്മിയൊന്നുമല്ലല്ലോ, ശരിക്കും സ്ഥാനാർത്ഥിയായി നിൽക്കുകയല്ലേ? സുജയ, തങ്ങൾ ഡമ്മികളല്ല, ശരിക്കും തങ്ങളാണ് യഥാർത്ഥ സ്ഥാനാർത്ഥികളെന്നാണ് ഓരോരും അവകാശപ്പെടുന്നത്. ഇപ്പോൾ 4 പേരാണ് പത്രിക നൽകിയിരിക്കുന്നത്. അത് 3 UDF-ന്റെ സ്ഥാനാർത്ഥികളായി തന്നെ 4 പേരും പത്രിക നൽകിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുവദിച്ച സീറ്റാണ്. കോൺഗ്രസിന് തന്നെ വ്യത്യസ്ത പക്ഷങ്ങളായി നിന്നുകൊണ്ട് പരസ്പരം തർക്കിച്ചാണ് 3 പേർ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസിന് തന്നെ അവിടുത്തെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PT നാസറാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത്. മറ്റൊന്ന് അവിടുത്തെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള സമദ് മുത്താണിക്കാട് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെയുള്ള മറ്റൊരു പക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള ആലി ഹാജി സ്ഥാനാർത്ഥിയായി നൽകിയിരിക്കുന്നു. ഈ 3 പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ലീഗിൽ നിന്നുള്ള ഒരാൾ കൂടി നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഷൗക്കത്ത് എന്ന പേരിലാണ് ലീഗിൻ്റെ ഒരാൾ നാമനിർദ്ദേശ പത്രം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നറിയാൻ നമ്മൾ ജില്ലാ നേതാക്കളെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തീരുന്നതിന് മുമ്പ് അതിൽ തീരുമാനമാകും. ആർക്കാണ് പാർട്ടി ചിഹ്നം അനുവദിക്കുക എന്നതിലൊക്കെ അതിനു മുമ്പ് തന്നെ തീരുമാനമാകുന്ന എന്നാണ് നേതാക്കൾ പറഞ്ഞപ്പോൾ നിലവിൽ ഇതുവരെ ഒരേ വാർഡിലേക്ക് ഒരേ ഡിവിഷനിലേക്ക് 4 പേർ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിലേക്ക് UDF-ൽ നിന്നും 4 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരാണ് എന്നതിൽ ഈ നേരം വരെ തീരുമാനമായിട്ടില്ല. സുജയ.